ഈ സമയത്ത് ഇങ്ങനൊരു യാത്രയുടെ ആവശ്യം ഉണ്ടായിരുന്നോ? അവൾക്ക് പത്മനാഭസ്വാമിയെ പാക്കണമെന്ന് ரொம்ப ആഗ്രഹം. അതാണ് മാഡം ഇത്ര റിസ്ക് എടുത്ത് യാത്ര ചെയ്തത്. ഇതുവരെയുള്ള മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ അങ്ങനെ പറയത്തക്ക റെക്കോർഡ്സ് ഒന്നും. സിസ്റ്റർ, ഇപ്പൊ കൊണ്ടുവരുന്ന പേഷ്യന്റിനെ ഡെലിവറിക്ക് റെഡിയാക്ക്. പിന്നെ ബ്ലഡിന്റെ സാമ്പിൾ വേഗം റിപ്പോർട്ടിന് വേണ്ടി ലാബിലേക്ക് അയക്കൂ. ഓക്കെ? എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. ഐ എം കൺഫ്യൂസ്ഡ്. അവൻ എപ്പോഴും ഉണ്ടായിരുന്നു. ഒന്നൊഴിവാക്കി മറ്റൊന്നിലേക്ക് കടക്കാൻ വിചിത്രമായ ഒരുപാട് കഥകളും കാരണങ്ങളും. തനിക്ക് തന്നെ അറിയാമല്ലോ, തന്നെ പോലെ എത്ര എത്ര പെൺകുട്ടികൾ. നീ വിഷമിക്കണ്ട. ഹീസ് നോട്ട് ജെന്യുവിൻ. വേണ്ടാത്ത ഒന്നും തോന്നണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ശരി, എന്നാ പോട്ടെ. ദൈവത്തിന് നന്ദി. ഇന്നലെ ഒക്ടോബർ 22, ദ ഡേ ഓഫ് ഹാപ്പിനെസ്. സെറീന, 3-ാം തവണയും നീ ഇല്ലാതെ നിന്റെ ജന്മദിനം ഞാൻ ആഘോഷിക്കാൻ തുടങ്ങുന്നു. ആ ഡബിൾ റോഡിലൂടെ എൻ്റെ ബൈക്കിന് പുറകിൽ എന്നെ ചുറ്റിപ്പിണഞ്ഞിരിക്കുന്ന നിന്റെ ഓർമ്മകളിലൂടെ അറ്റ്വാൻസ് ഒരിക്കൽ. എന്താ നീ എന്നെ കെട്ടോടാ? വേണ്ടടി, നമുക്കിങ്ങനെ പ്രണയിച്ച് പ്രണയിച്ച് നടക്കാം. അതല്ലേ ഒരു രസം. ഹൗ സ്വീറ്റ്. പ്രണയിനി പറയുമോ കാതിൽ കിന്നാരം. ഈ കാറ്റും കടലും ഒന്നും ചേർത്ത് സാഹിത്യം പറയാനൊന്നും എനിക്കറിയില്ല. ഞാൻ നിന്നെ കെട്ടിക്കോളാമേ. പ്രണയിനി പറയുമോ കാതിൽ കിന്നാരം. ഒഴുകുമീ പുഴകളും കിന്നാരം ചൊല്ലി. കുയിൽ പാടും പാട്ടിലോ നിൻരാഗം കേട്ടു ഞാൻ. മഴവില്ലിൻ നിറമേകാൻ ഒരു മഴ കുളിരായി ഒഴുകി ഞാൻ. പ്രണയിനി പറയുമോ കാതിൽ കിന്നാരം. ഒഴുകുമീ പുഴകളും കിന്നാരം ചൊല്ലി. ചിറകിലോ അനുരാഗച്ചൂടിനായി എന്നുള്ളിൽ കുളിരുമായി അണയു നീരാവിലും. തൂവൽ ചിറകിലോ അനുരാഗച്ചൂടിനായി എന്നുള്ളിൽ കുളിരുമായി അണയു നീരാവിലും. തോരാത്തൊരു മഴയിലും ഒരു കുടക്കീഴിൽ നാമെന്നും. മനതാരിൽ ആശകൾ താജ്മഹൽ തീർക്കുമ്പോൾ. പ്രണയിനി പറയുമോ കാതിൽ കിന്നാരം. ഒഴുകുമീ പുഴകളും
ഒരു നാളിൽ മാഞ്ഞുപോയി മഴമേഘക്കാറുപോൽ അലഞ്ഞുറിയും മോളമോ തീരങ്ങൾ തേടുന്നു. ഒരു നാളിൽ മാഞ്ഞുപോയി മഴമേഘക്കാറുപോൽ അലഞ്ഞുറിയും മോളമോ തീരങ്ങൾ തേടുന്നു. മോഹിക്കും വിണ്ണഴകേ എവിടെ നീ എന്നു വരും? കാറ്റത്തൊരു കൂട്ടിൽ നീ രാക്കിളിയായി പാടുന്നു. പ്രണയിനി പറയുമോ കാതിൽ കിന്നാരം? ഒഴുകുമീ പുഴകളും കിന്നാരം ചൊല്ലി. കുയിൽ പാടും പാട്ടിലോ നിൻരാഗം കേട്ടു ഞാൻ. മഴവില്ലിൻ നിറമേകാൻ ഒരു മഴ കുളിരായി ഒഴുകി ഞാൻ. പ്രണയിനി പറയുമോ കാതിൽ കിന്നാരം? ഒഴുകുമീ പുഴകളും കിന്നാരം ചൊല്ലി. കണക്ക് പിടിച്ചെന്റെ ജീവിതത്തിന്റെ നഷ്ടങ്ങൾ അതെപ്പോഴും വേദനയാണ് എനിക്ക്. സെറീന, നിനക്കെന്റെ 1000 ജന്മദിനാശംസകൾ. ദൈവത്തിന് നന്ദി. അയ്യോ പിന്നെന്താടി, ഞാൻ തലയും കുത്തിക്കണോ? വേണ്ട അമ്മേ, കുറച്ചുകൂടെ കഴിക്കടാ. വേണ്ട മതി. കഴിക്കേ. നിങ്ങൾ ഇപ്പൊ കഴിക്കാൻ ഇരിക്കേണ്ട മനുഷ്യ. മോന് പരീക്ഷ, അവനെ സ്കൂളിൽ വിട്ടിട്ട് വന്ന് കഴിച്ചാ മതി. എല്ലാം കഴിക്കണം കേട്ടോ. ഞാനിപ്പോ വരാം. കഴിക്ക്, പെട്ടെന്ന് കഴിക്ക്. നിനക്ക് ഇനിയും വേണോടാ? മതി, 2 എണ്ണം തന്നെ നിന്റെ വയറിന് ധാരാളമാ. വാ മക്കളെ, തല പോതില്ലേടാ നീ. ഇങ്ങോട്ട് ഇറങ്ങടാ. ഇങ്ങോട്ട് കയറി, പെട്ടെന്ന് കയറി, പെട്ടെന്ന് കയറി. ആ തൂണി കയറി ചാരിയുന്നോണ്ട് ഉറക്ക ശ്വാസം വിടല്ലേ, അത് ചെത്തുപൊടിഞ്ഞിരിക്കുക. ശരി സാർ. പോയി പണി അടിക്കടാ. അല്ല സാറേ, കുഴിയിലേക്ക് കാലം നീട്ടിരിക്കുന്ന ഇതിനെ ഒന്ന് മാറ്റിക്കൂടെ? മാറ്റലൊന്നും അങ്ങനെ എളുപ്പം നടക്കൂല അബ്ദു. എടോ, അതിനൊക്കെ മോളിൽ നിന്ന് എഴുതി വരണം. അങ്ങനെ മോളിൽ നിന്ന് എഴുതി വരണമെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ ദുരവസ്ഥ കാണിച്ച് ചുറ്റുവട്ടത്തുള്ളവര് മുകളിലേക്ക് കത്തെഴുതണം. ഈ പോസ്റ്റിന്റെ തൊട്ടടുത്തുള്ള ജീവി ഞാൻ മാത്ര. എന്നാണ് ഒരിക്കൽ വന്നപ്പോ പറഞ്ഞതാ മാറ്റിത്തരാന്ന്. പക്ഷേ ഒരു 25,000 കായായിട്ട് കെട്ടിവെക്കണ. എന്റെ സാറേ, എന്റെ കൂലി ഈ പട്ടിക്കാട്ടും പൊളിച്ചു വിറ്റാ കിട്ടൂല. 20,000 തികച്ച്. പതിയെ പതിയെ ഞാൻ പറഞ്ഞു, അധികം പുഷ് ചെയ്യല്ലേ. ട്രാൻസ്ഫോമറൊക്കെ കൂടെ വെള്ളത്തിൽ പോകും. ഓ പിന്നെ ഓക്കെ. ആ കത്തി കത്തി മോർണിംഗ് പോരി.
അതൊക്കെ അവിടെ ഇട്ടിട്ട് പോ സാറേ. വൈകിട്ട് മഴ പെയ്യാണെങ്കിൽ നാളെയും വരണ്ടേ ഫ്യൂസ് വെട്ടാൻ? അപ്പടി ഈ സാധനങ്ങളൊക്കെ കെട്ടിപ്പറിക്ക് കൊണ്ടുവരണ്ടേ? ഇന്നലെ മിന്നലിന്റെ പോസ്റ്റിൽ അമ്മാതിരി വെടിയും ഒച്ചയൊക്കെ ആയിരുന്നു. തീപ്പൊടി കണ്ടപ്പോ ഞാൻ ഇറങ്ങി ഓടി. പോസ്റ്റിലൊരു വെടിക്കെട്ട് കണ്ടില്ലയോ? കണ്ട് എന്റെ പഠിച്ചോനെ, എന്നാണാവോ ഇതെല്ലാം കൂടി പൊളിഞ്ഞ എന്റെ പൊരേന്റെ മുകളിൽ വീണ്ട് എന്റെ കുട്ടികളെ കഞ്ഞൂടി മുട്ടുക. പാനി അടിക്കണം പിശാചേ. കുറച്ച് വെള്ളം കിട്ടോ? അപ്പടി ചെളിയായി. എന്തേ? അക്ബറെ, അഭി ഇങ്ങോട്ട് വന്നിരുന്നോ? ഇല്ലല്ലോ. എന്താ രാജീവൻ നിനക്ക് ഇത്ര ബേജാറ്? ഒന്നും പറയണ്ട. ആ ചെക്കന IS നഗറിൽ പത്രം ഇട്ടിട്ട് 2 ദിവസമായി. ആ കോളനി സെക്രട്ടറി എനിക്ക് ഇരിക്കപ്പുറത്ത് തന്നില്ലെന്നേ. ഇന്ന് പത്രക്കെട്ട് എടുക്കാൻ പോലും ആ ചെക്കൻ വന്നില്ല. ആകെ കുടുങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അക്ബറെ. എന്നാ പിന്നെ അനക്ക് ഓനെ പറഞ്ഞു വിട്ടിട്ടുള്ളൂ. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല അക്ബറെ. എല്ലാവരും എഞ്ചിനീയർ ജോലിക്ക് നടക്കല്ലേ. പത്രത്തിന്റെ പാതി കാശ് കൊടുക്കാന്ന് പറഞ്ഞാലും ഇടാനിപ്പോ ആളെ കിട്ടണില്ല. മോളെ സ്കൂളിൽ വിടാൻ നേരമായി. ഞാൻ പോവാ. അബി എങ്ങാനും ഇങ്ങോട്ട് വന്നാ അപ്പൊ ഒന്ന് വിളിക്കണം അക്ബറെ. കൊള്ളാം. തൊഴിലാളികൾക്ക് ഇപ്പൊ മുതലാളിമാരെക്കാൾ മാറാ ചിരിക്കാതെ പണിയെടുക്കണം നമുക്ക്. അല്ല, മോനെവിടെയാ താമസം? ഇവിടെ എപ്പോഴും കാണാലോ. കണ്ട വണ്ടിക്കൊക്കെ കയ്യും കാണിച്ച്. അത് ലിഫ്റ്റ് അടിയാ. എന്തിനാ വെറുതെ പൈസലാണ്? Good morning. Good morning. I want to meet Mr. Shyam. Room number 3, 4th floor. Sorry, sir. Now it's yoga time. Please wait for some time. Okay? Oh, it's okay. Thank you. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. വിനീതെന്താ ഇത്ര രാവിലെ? ശ്യാമിനെ കാണാൻ. ഓ, യോഗ ടൈം ആണ്. വരൂ. ശരി ഡോക്ടർ. പിന്നെ എങ്ങനെയുണ്ട് തൻ്റെ ട്യൂഷൻ സെൻ്ററൊക്കെ? അങ്ങനെ പോകുന്നു ഡോക്ടർ. പിന്നെ വേറൊരു കാര്യത്തിനും കൂടിയാണ് ഞാൻ വന്നത്. എന്താ കാര്യം? എനിക്ക് ഗൾഫിലൊരു ജോലി ശരിയായിട്ടുണ്ട്. ഓഹോ. എൻ്റെ കസിൻ ശരിയാക്കി തന്നതാ. പഠിത്തത്തിന് പറ്റിയ ജോലി നോക്കി നിന്നാ. വിനീത്, ജീവിതം എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണോ? താൻ ഇവിടെ ഉള്ളവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമൊക്കെ ആയി നടന്നവർ ഇന്നൊരു പകൽക്കിനാവിന് പോലും സാധ്യതയില്ലാതെ. സത്യമാണ് ഡോക്ടർ. ജോലിയുടെ കാര്യം ഞാൻ ശ്യാമിനോട് പറഞ്ഞിട്ടില്ല. പറയണം. വീട്ടിൽ നിന്ന് നിർബന്ധം കൂടിയിട്ടാ. പിന്നെ ഒരു ട്യൂഷൻ സെൻ്ററൊക്കെ കൊണ്ട്. ഐ നോ വിനീത്, താനീ ചെയ്യുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. സമൂഹത്തിൽ വെറുക്കപ്പെട്ട് സ്വയം ഒഴിഞ്ഞു മാറുന്ന കുറേ ജീവിതങ്ങൾ ഇവിടെയുണ്ട്. അതിനിടയിലും അവരെ കാണാനും സംസാരിക്കാനും വരുന്നവരുടെ സാമീപ്യം അതിവിടെയുള്ളവർക്ക് വലിയൊരു ആശ്വാസമാണ്. സർ, ശ്യാം അങ്ങനെ നടന്ന ആളല്ല. ആക്സിഡന്റിലായിട്ടൊരാൾ. പക്ഷേ. എന്തു പക്ഷേ? എന്തുറപ്പാടോ നമ്മുടെയൊക്കെ ലൈഫിനുള്ളത്? പോകുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ്, ജീവിതം ഒന്ന് റീവൈൻഡ് ചെയ്യാനുള്ള അവസരം പോലും കിട്ടില്ല. അറിഞ്ഞോ അറിയാതെയോ ഈ രോഗം ബാധിക്കുന്നവർ സ്നേഹം കിട്ടേണ്ട സമയത്ത് അധിക്ഷേപവും ആട്ടിപ്പായ്ക്കലും മാത്രമാവുമ്പോൾ ചുരുക്കം ചിലർ പ്രതികരിക്കും. ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ലൂസ്. പലർക്കും അറിവില്ലായ്മയുടെ പ്രശ്നമാണ്. ഇവിടെ ഉള്ളവരിൽ തന്നെ 10% പേർ മറ്റു പല മാർഗങ്ങളിലൂടെ ഈ രോഗത്തിലേക്ക് എത്തിപ്പെട്ടവരാണ്. എങ്ങനെ അറിയാനാ? എയ്ഡ്സിന്റെ പ്രിവെന്റീവ് പ്രോഗ്രാംസ് ഒക്കെ ഇപ്പോ കോണ്ടം കമ്പനികളുടെ വെറും പരസ്യം മാത്രമായി മാറിയിരിക്കും. ഇത്രക്കിത്ര, കളേഡ്, ഫ്ലേവേഡ്. വാട്ട് എ ഷെയിം. ആ, എന്താ കരിമിക്ക, മുഖത്താകെ ഒരു സങ്കടം. ഇന്നും ദുരന്തങ്ങൾ തന്നെയാണോ വാർത്ത? ആഹാ,
നമ്മുടെ നാടിനും ജീവനും ഒക്കെ വില പറഞ്ഞ ഇവനെ തൂക്കിലേറ്റിയതിനാണോ ഈ സങ്കടം? എന്റെ ജനതയെ മുഴുവൻ ഈ ലോകത്തിന്റെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിച്ച് ആയുധം കൊണ്ട് ആളെ കൊല്ലലാണ് ജിഹാദ് എന്ന് പറഞ്ഞു പഠിപ്പിച്ച യവനെയൊക്കെ കിട്ടിയ പാടെ കൊല്ലാണ്ട് കോടികൾ മുടക്കി. നമ്മുടെ നിയമങ്ങൾ എന്താണ് ഡോക്ടർ ഇങ്ങനെ? കരീം പഴയ നക്സലേറ്റാ. കരീം കാ 10 ഭീകരന്മാരെ പോറ്റാനാണ് നമ്മുടെ നിയമങ്ങൾ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാതിരിക്കാനാണ് നമ്മുടെ നിയമം എന്ന് ചിന്തിക്ക്. എന്തായാലും ഓനെ നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്തില്ലേ, ബാക്കിയുള്ളത് പടച്ചും വെടിപ്പാക്കിക്കോളും. അപ്പൊ വിനിതേ, ഷാം ഇപ്പൊ എത്തും. ആ റൂമിലേക്ക് വെക്കും. ഞാൻ റൗണ്ട്സിന് കയറട്ടെ. ഓക്കെ. രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്. ശരിച്ചടിച്ചട പന്നി. വന്നോ കള്ളത്തനാലേ. നിന്നെ നമ്മൾ നോക്കി നടക്കരുന്ന്. അത് മുന്നിലത്തെ ടയറ് പഞ്ചറായ. ആകട്ടു ആകട്ടു. 3 പഞ്ചറിന്റെ കാശ്, പിന്നെ ടയറിൽ കാറ്റടിച്ചതും ചേർത്ത് മൊത്തം 17 ഉറുപ്പ്യ. അത് ഇങ്ങോട്ട് വെച്ചിട്ട് മോൻ പൊടിയടിച്ച് സൈക്കിൾ കൊണ്ടുപോയാ മതി. അക്ബർക്ക, ഈ ഒരു വട്ടം കൂടി സത്യം നാളെ ഒന്നിച്ചു തരും. സത്യമായിട്ടും തരും. നടക്കൂല മോനെ. എന്നെ വീണ്ടും മക്കറൊക്കെ ഡബ്ബിപ്പോ നിങ്ങളല്ലേ അന്നിന്റെ ചിണങ്ങ് കണ്ടിട്ടാ ഞാൻ പോട്ടേന്ന് വെച്ചത്. അന്നും നീ പറഞ്ഞു നാളെ തരാന്ന്. എന്നിട്ട് ഈ പയ്യൻ എന്നും രാവിലെ സൈക്കിൾ ഇവിടെ എത്തുമ്പോ ഒരൊറ്റ പറപ്പിക്കല. ഒരു ദിവസം ഞാൻ കയറി കുറുകന്ന്. എന്റെ പടച്ചോനെ, ഓടി മാറിയില്ലെങ്കിൽ എന്റെ കൊച്ചുകൾ പട്ടിണിയായാനെ. പോടാ ബലാലേ, അനക്ക് ഇവിടെ പ്രിയപ്പണിയില്ല. പോടാ. നമ്മളോടോ അവന്റെ കളി. നീ എപ്പോ വന്നു? കുറെ നേരമായോ? ആ, കുറച്ച്. ഈ എഴുത്ത് നീ വിട്ടില്ലല്ലേ? അതും ഇന്നലത്തെ കാര്യങ്ങൾ ഇന്ന്, ഇന്നത്തെ കാര്യങ്ങൾ നാളെ. അതെന്ത് സീക്രട്ടാടാ? സീക്രട്ട് ഒന്നും അല്ലടാ, ഒരു പ്രതീക്ഷ. അത് എഴുതാനായിട്ടാണെങ്കിലും എന്റെ വാലിഡിറ്റി ഒന്ന് നീട്ടി കിട്ടിയാലോ? ജീവിക്കാനൊന്നും ആഗ്രഹം ഉണ്ടായിട്ടല്ലടാ. എന്നൊക്കെ പറയാം. കൊതിയാവുന്നടാ ഒന്ന് ജീവിക്കാൻ. ഞാൻ എന്ത് തെറ്റ് ചെയ്ത? പുറത്തിറങ്ങി നടക്കണമെന്നുണ്ട്, പക്ഷെ പേടിച്ചിട്ട. സമൂഹത്തിൽ പുഴുത്ത പട്ടയ്ക്ക് സമോ ഞാനൊക്കെ. ഫ്രണ്ട്സ് ടോക്കിന് ഡിസ്റ്റർബൻസ് ആയോ? ഇല്ല സർ. സിസ്റ്ററെ, വൈറ്റൽസ് റെക്കോർഡ് ചെയ്തോളൂ. ശരി. പിന്നെ ചെക്ക് ചെയ്യാൻ ബ്ലഡും കളക്ട് ചെയ്യണം. സിസ്റ്ററെ, ഒന്നുകൂടെ ഇട്ടേരെ വെറുതെ. ഡോ, ആ കയ്യിൽ നിന്ന് പിടിച്ചേ.
അല്ല സിസ്റ്ററെ, കയ്യിലെങ്ങനായാ പിന്നെ. സിസ്റ്റർ യു ക്യാരി ഓൺ. ഡോ സാറൊന്ന് വന്നേ. സാറേ ഞാൻ വാടോ. തനിക്കെന്താ ബോധമില്ലേ? പേഷ്യൻസിന്റെ മുന്നിൽ വെച്ച് ഈ രീതിയിൽ സംസാരിക്കരുതെന്ന് തന്നോട് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ? അത് സാറേ ഞാൻ നിർത്തണോ? തന്നെ പോലുള്ളവരെ പേടിച്ചാ ഇവരൊക്കെ ഇങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ഇവിടെയും ഇവരുടെ രോഗത്തിന് അല്ലടോ ചികിത്സ വേണ്ടത്. മനസ്സിന് കുഷ്ഠം പിടിച്ച തന്നെ പോലുള്ളവരുടെ ഭ്രാന്തിനാണ് ചികിത്സ വേണ്ടത്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാൽ താനി പിന്നെ സ്ഥാപനത്തിലുണ്ടാവില്ല. മനസ്സിലായോ? പേടിക്കണോ? അപ്പൊ ശ്യാം, യു ആർ ഓക്കെ? ഡോക്ടർ അയാളെ വരട്ടിയല്ലേ? ശ്യാം, യു ഹാവ് എ സ്ട്രോങ് മൈൻഡ്. തനിക്കൊന്നും ആവില്ലടോ. ശരി സാർ. എടാ നീ ധൈര്യമായിട്ടിരിക്കടാ. എടാ ഇന്നലെ സെറീനയുടെ ബർത്ത്ഡേ അല്ലേ? അവളുടെ ഒരു ബർത്ത്ഡേ. ശ്യാമേ നീ അതങ്ങ് വിട്ടേക്ക്. എങ്ങോട്ടാ? അപ്പുറത്തേക്കാ ടേണിംഗ് വരെ. ഡെന്റൽ കോളേജ്? ഓ ഡോക്ടർ അല്ലല്ല, സ്റ്റുഡന്റ്. ഡോക്ടർ സ്റ്റുഡന്റ്. നൈസ്. സ്ഥിരം ലിഫ്റ്റ് അല്ലേ? ഇയാളെ അവിടെ സ്ഥിരം ലിഫ്റ്റ് വയ്ക്കുന്ന കാണാറുണ്ട്. മതി മതി മതി. ഇവിടെയോ? ഇവിടെന്താ? കോളേജ് അവിടെയല്ലേ? ഞാൻ അവിടെ വരണ്ട മാഷെ. അല്ല വേണ്ട, എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്. സോറി. വാച്ചോ? എന്തോ വാച്ച്? ഇവിടെ ഫ്രണ്ടോ? ഓക്കെ ബൈ. എക്സ്ക്യൂസ് മീ, വാട്ട്സ് യുവർ നെയിം? ശ്യാം ശങ്കർ. ഓക്കെ, താങ്ക് യു ശ്യാം. ഇറ്റ്സ് ഓക്കെ ശ്യാം. വെൽക്കം ടു അവർ കമ്മ്യൂണിറ്റി. വാട്ട്? ഓരോ വട്ടന്മാര്. ഊർജന്റെ എത്തിയോ? ആ പിന്നെ സിജോ അകത്തുണ്ട്. ഒന്ന് മുട്ടിയിട്ട് കയറ്, അല്ലെങ്കിൽ വല്ലതും കണ്ട് പേടിക്കും. നീ എങ്ങോട്ടാ? കുറച്ച് സെറോക്സ് എടുക്കണോടാ. പരീക്ഷയാണെന്ന് വല്ല വിചാരം ഉണ്ടോ? പരീക്ഷയാണോ? അതിനായിരിക്കും ഫോട്ടോ സ്റ്റാറ്റ്. ഒന്നിങ്ങ് വന്നേ. നീ പാട്ടും പാടി അവളെ ഉറക്കി ഉറക്കി നടന്നു. അവസാനം വായി തരുമ്പോ പഠിക്കുക കേട്ടോടാ. എന്തുവാടേ ഇത്? ഫുൾ ടൈം ഇത് തന്നെയാണല്ലോ. അടിച്ചു പോവട്ടാ. എന്ത് ലാപ്പോ? മൊത്തം നമ്മളൊക്കെ എന്തോ നളിയാ. ഓ, അറുമാദനം കഴിഞ്ഞ് വന്നിരിക്കയല്ലേ ഒരു മാന്യൻ വേണ്ടി. That's my life, dude. യെസ്, വെൽക്കം. വെൽക്കം? എന്ത് വെൽക്കം? ഹേയ്, തുണ്ടിനൊപ്പം ലോഡായതാടാ. ബാംഗ്ലൂരിൽ HIV സ്പ്രെഡിംഗ് ഗ്രൂപ്പ്സ് ഇൻ ഡിഫറെന്റ് വേസ് ഓഫ് ബ്ലഡ് മിക്സിംഗ്. ഷോ, 8ന്റെ പണിയാളിയാ ഇത്. മോനെ നീ സൂക്ഷിച്ചോട്ടാ. പോടാ, 5% ചാൻസേ ഉള്ളൂ ഇത് പടരാൻ. എന്നാലും ചാൻസ് ഉണ്ടല്ലോ.
എന്താടാ എന്തു പറ്റി? എന്താടാ പറയേ. ഏയ് ഒന്നുമില്ലടാ. നിന്റെ മൂഡ് എങ്ങനെയാ? നമുക്കൊന്ന് നടന്നാലോ? ഓക്കെ. നീ റെഡിയാവും. ഞാൻ ഡോക്ടറെ കണ്ട് പെർമിഷൻ എടുത്തിട്ട് വരാം. ഓക്കെ ശരി. ഗ്രേസി ടീച്ചർ? ടീച്ചറെ ക്ലാസ്സിലാ 5Bയിൽ. എന്താ? ആ ശരണിന്റെയും നജീമിന്റെയും പേരൻസ് വന്നിട്ടുണ്ട്. പോയി കിടക്കും. ആരാ സാറേ ഈ നജീമും ശരണും? ആ 5Bയിലെ നമ്മുടെ ആൽബിയുടെ ക്ലാസ്സിൽ. ആൽബിനായിരിക്കും വിഷയം. ഈ ഗ്രേസി ടീച്ചറിന് കാര്യം അറിയാഞ്ഞിട്ടാ. വന്നിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. മനുഷ്യ സ്നേഹം കാട്ടിയതാ. എന്താ സാറേ? 5Bയിൽ ആൽവിനില്ലേ, നമ്മുടെ HIV കാരൻ. അവനെ ആ ശരണിന്റെയും നജീമിന്റെയും കൂടെ പിടിച്ചിരുത്തി. അയ്യോ, അതാ പ്രശ്നം. കാര്യം അവൻ നന്നായി പഠിക്കുന്ന കുട്ടി തന്നെയാ. എന്നാൽ ഈ വക ദീനക്കാരനല്ലേ. ഒന്ന് നിർത്താമോ സാറേ? നിങ്ങൾ കൂടി ഇങ്ങനെ തുടങ്ങരുത്. കഴിഞ്ഞ 5 വർഷമായിട്ട് എത്ര പ്രാവശ്യം അവൻ ബ്ലഡ് ചെക്ക് ചെയ്ത് HIV നെഗറ്റീവ് ആണെന്ന് ഉറപ്പിച്ചതാ. എന്നിട്ടും ഇത് കുറച്ച് കഷ്ടമാണ് സാറേ. അതിന് സാറെന്തിനാ തിളയ്ക്കുന്നത്? ആൽബിൻ സാറിന്റെ മോനൊന്നും അല്ലല്ലോ. എൻ്റെ മോനൊന്നുമല്ല, പക്ഷെ അവന്റെ അതേ പ്രായത്തില് ഒരു മോൻ എനിക്കും ഉണ്ട്. സാറിനുമില്ലേ ഒരു മോൻ? അതെ സാറേ, സർക്കാർ സ്കൂൾ ഒന്നടങ്കം അടച്ചുപൂട്ടൽ ഭീഷണിയില്ല. നമ്മുടെ സ്കൂൾ ഏതാണ്ട് ആ അവസ്ഥയിലൊക്കെ തന്നെയാ. 45 കുട്ടികളുണ്ടായിരുന്ന 5Bയിൽ ഇപ്പൊ കുട്ടികളുടെ എണ്ണം വെറും 27. അതിനൊറ്റ കാരണം ആൽബിന്റെ ദീനമാണ്. സത്യം അതൊന്നും അല്ല സാറേ. നമ്മൾ മാസാമാസം സർക്കാരിൽ നിന്ന് കൃത്യമായിട്ട് ശമ്പളം എണ്ണി വാങ്ങുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്വവും ആത്മാർത്ഥതയും നമ്മൾ കാണിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ കറക്റ്റായിട്ട് ക്ലാസ് എടുക്കാറുണ്ടോ? ഇല്ല. പോർഷൻ തീർക്കാറുണ്ടോ? ഇല്ല. പിന്നെ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. എന്താ? ശമ്പള പരിഷ്കാരത്തിന് വേണ്ടി 6 മാസം കൂടുമ്പോ പഠിപ്പ് മുടക്കി സമരം. ഇവിടെ ഇങ്ങനെ ക്ലാസ്സിൽ പോകാതെ ചായയും കുടിച്ചിരുന്ന് സാരിയുടെ കളറിനെ കുറിച്ചും ഞൊറിയുടെ എണ്ണത്തിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നാലേ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം താഴോട്ട് പോകും. കുട്ടികൾ ഈ സ്കൂളിന്റെ 4 അയലത്തോട്ട് തിരിഞ്ഞു നോക്കൂല. സാറേ, ഫ്രീ ആയിട്ട് കിട്ടുന്ന ഷർട്ടിനും നിക്കറിനും ഉച്ചക്കഞ്ഞിക്കും വേണ്ടിയൊക്കെ കുട്ടികൾ സ്കൂളിൽ വരുന്ന കാലമൊക്കെ പോയി. ഇപ്പൊ വിദ്യാലയങ്ങൾ മത്സരിക്കുന്നത് തന്നെ നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയാ. ഇവിടെ ഇരുന്ന് ഏത് സമയവും ഇങ്ങനെ ചൊറിയും കുത്തി പരദൂഷണം പറഞ്ഞുകൊണ്ടിരുന്നാലേ സർക്കാർ സ്കൂളുകൾ പൂട്ടിപ്പോവും. അത്ഭുതപ്പെടാനില്ല. കഷ്ടം. Megha and her mother walked through the paddy field. The field lay in squares on both sides. ടീച്ചറെ, HM ഓഫീസിലേക്ക് എല്ലാം പറഞ്ഞു. ശരി, നിങ്ങൾ ടെസ്റ്റ് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കൂ. അതിനൊന്നും അല്ല നമ്മളെ പിള്ളേരെ സ്കൂളിലേക്ക് പറഞ്ഞു വിടണേ, മനസ്സിലായോ? സർ. ഗ്രേസി ടീച്ചറെ, ഇത് 5Bയിലെ ശരണിന്റെയും നജീമിന്റെയും പേരൻസാ. ഇന്നലെ ടീച്ചർ നമ്മുടെ ആൽബിനെ. സർ, അതിന് ആ കുട്ടിക്ക് അസുഖമൊന്നും ഇല്ലല്ലോ സർ. അത് സാറിനും അറിയാം, ഇവിടെ എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാ സർ അവനെ മാത്രം? അസുഖം ഇല്ലെങ്കിലേ നിങ്ങൾ അവനെ പിടിച്ചങ്ങ് മടിയിലിരുത്തിക്കോ. എന്റെ കൊച്ചിന്റെ അടുത്ത് ഇരുത്താൻ പറ്റില്ല. ഞാൻ എന്റെ പിള്ളേരെ പഠിപ്പിക്കുന്നതേ വലിയ നിലയിൽ എത്തിക്കാനാ, അല്ലാതെ എയ്ഡ്സ് രോഗിയാക്കാനല്ല. സാർ ഒരു കാര്യം അറിയാവോ? ഇന്നലെ ഊണ് കഴിക്കാനും ആ ചെക്കനെ എന്റെയും ഇവരുടെയും പിള്ളേരുടെ ഒപ്പം ഇരുത്തി ഈ ടീച്ചർ. അതിനെന്താ സർ? അങ്ങനെ കൂടെ ഇരുന്നത് കൊണ്ടോ ഭക്ഷണം കഴിച്ചത് കൊണ്ടോ പകരുന്ന രോഗമൊന്നും അല്ല അവന്. പിന്നെ കൂടാതെ അവനൊരു ബ്രില്യന്റ് സ്റ്റുഡന്റ് കൂടിയാ. ഇനിയും നിങ്ങൾക്ക് സംശയമാണെങ്കിൽ അവൻ കൈയിട്ട് വാരിയ ചോറ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് കഴിച്ചു കാണിച്ചു തരാം. എന്നാലേ നിങ്ങൾ കഴിക്കണ്ട. അവൻ കൈയിട്ട് വരിക ചോറ് നിങ്ങളുടെ കൊച്ചിന്റെ അണ്ണാക്കിലേക്ക് തിരികെ കൊടുക്കും ടീച്ചറെ. എന്തേ സാറേ, ഇന്നലെ മുതൽ എന്റെ കൊച്ചിന് ചെറിയ ചുമ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ അവന്റെ രക്തം കൊണ്ട് ലാബിൽ പരിശോധിക്കാൻ കൊടുത്താ മരുന്ന്. നാറണ മീനിന്റെ മൊത്തക്കച്ചവടക്കാരനാ ഞാൻ. എന്നെ വീണ്ടും വീണ്ടും നാറ്റിക്കരുത്, കേട്ടല്ലോ ടീച്ചറെ? നിങ്ങൾ വന്നണ്ട, ഞാൻ പോണം. നമ്മുടെ ടീച്ചർ കളിയും കൊണ്ട് വരണതേ. ടീച്ചറെ, നമുക്ക് പറയാനല്ലേ പറ്റൂ. മനസ്സിലായി സർ, ഞാൻ എന്റെ തെറ്റ് തിരുത്തിക്കോളാം. സോറി സർ. ശരി.
ആൽബിൻ, മനസ്സിലായി ടീച്ചറെ. ഞാൻ ഇന്നലെ ടീച്ചറിനോട് പറഞ്ഞതല്ലേ. സ്പിക്ക് ആൻഡ് സ്പാനിന്റെ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളൊരു 5000 രൂപ മുടക്കി ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കീഴിൽ നിങ്ങൾ 2 പേരെ ചേർക്കണം. അപ്പൊ നിങ്ങൾക്ക് 2000 രൂപ കിട്ടും. ഈ 2 പേര് വീണ്ടും 2 പേരെ ചേർത്ത്. അതെ, 2-3 ദിവസമായിട്ട് ഞാൻ അവൻ അന്വേഷിച്ച് തന്നെ നടക്കുക. ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നത്. ഇവിടെ കാണുമല്ലോ ഇപ്പൊ. എടാ അഭി, ഇനി വന്നേ. രാജീവേട്ടാ, എന്താ അവിടെ നിൽക്കുന്നേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ എന്ത് പണിയാടാ കാണിച്ചേ? 2 ദിവസമായിട്ട് നീ എന്താ പത്രടാൻ വരാത്തെ? ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. അതെ, ഞാൻ രാജീവേട്ടനോട് പറയാൻ വിട്ടോയി. എന്ത്? ചേട്ടന് ഉദാഹരണത്തിന് ഒരു 15000 രൂപ ശമ്പളം ഉണ്ടെന്ന് വെച്ചോ. ഈ ശമ്പളം കൊണ്ട് ഈ കാലത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നിങ്ങൾ ഇതിൽ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം എങ്ങനെ പോയാലും 1,00,000 രൂപ ഉറപ്പായിട്ടും കിട്ടും. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, ഞാൻ ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്താണ്? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ അനുഭവസ്ഥനാണ്. ഞാൻ ഇത് ചേർന്നതിന് ശേഷം എന്റെ പൊന്നു ചേട്ടന്മാരെ ഞാൻ സ്കോഡ കാറ് വാങ്ങിച്ചു. ചേട്ടാ, നിങ്ങൾക്കും കാറ് മേടിക്കണ്ടേ? ഫോണൊക്കെ ചെയ്തോണ്ടിരിക്കാതെ ഞാൻ പറഞ്ഞതൊന്നും കേക്ക്. മോളെ, നമുക്ക് സ്കൂളിൽ പോവാം. പോയിട്ട് വരട്ടെ. ചിന്നമോളെ, വേഗം വാ മോളെ, വാ. അങ്ങനെ പോവാം. ഈ നാട് നിങ്ങളെയൊക്കെ വിട്ടുപോകാൻ ആഗ്രഹമുണ്ടായിട്ടല്ല, പക്ഷേ പോയേ പറ്റൂ. പഠിപ്പുണ്ടെന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ. ഈ ട്യൂഷൻ സെൻറ്റർ വെച്ച് പലപ്പോഴും മുട്ടിലിഴയാൻ തന്നെ ബുദ്ധിമുട്ടാടാ. പിന്നെ ഇവിടെ ആയാൽ നിന്നെയും അമ്മയെയും നമ്മുടെ പഴയ ഓർമ്മയൊക്കെയായി ജീവിക്കാം. പക്ഷേ അതും എത്ര നാളത്തേക്കല്ലേ? ഈ ഒരു സാഹചര്യത്തിൽ എത്ര നാൾ ഇവിടെ ജീവിക്കും എന്നല്ലേ? ശ്യാമേ, ഞാൻ ഉദ്ദേശിച്ചത്... ഹേയ്, ഞാൻ വെറുതെ... നിന്റെ അഫെയർ എന്തായി? അതിനോട് എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. ഒരുപാട് സ്നേഹിച്ചു ഞാൻ അവളെ. ഒടുക്കം പ്രേമം മൂത്ത് ഞാൻ എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായപ്പോ അവൾക്ക് അമ്മയുടെ അസുഖം, അനിയത്തിയുടെ ഫ്യൂച്ചർ, അപ്പൻ്റെ 16, പിന്നെ അവളുടെ ജൂലിയുടെ പ്രസ്റ്റീജ് വരെ അവൾക്ക് വിഷയമായടാ. ജൂലിയോ? അവളുടെ പോമറേനിയം പാട്ടി. ആതിഫ് അസ്ലാമിന്റെ പാട്ട് കേൾക്കുമ്പോഴും മാക്ഡൊണാൾഡ്സിന്റെ ബർഗർ തിന്നുമ്പോഴും മാത്രം മനസ്സിൽ ഫീലിങ്സ് ഉണ്ടാകുന്ന ബ്രോയിലർ ചിക്കൻ ഞാൻ വിട്ടടാ അവളെ. അവളുടെ പോമറേനിന് പകരക്കാരനാവാൻ ഞാൻ തന്നെ വേണോടാ. ഹലോ മോളെ, ഇന്നെന്താ സ്കൂൾ മുടക്കാണോ? ആണോ? അപ്പോ ഇന്നത്തെ ദിവസം അച്ഛന്റെ കൂടെ കറങ്ങി നടക്കാലോ അല്ലേ? മോള് നല്ലോണം പഠിക്കണ്ടേ? സ്ക്രൂ ഡ്രൈവർ കൊടുക്കട. എന്നാ പിടിച്ചോ ആശാനെ. അബിയെ കിട്ടിയോ രാജീവ? അവൻ നമ്മളെ കൈവിട്ട് പോയി അക്ബറെ. അവനിപ്പോ ഭയങ്കര സെറ്റപ്പില്ല. ഇനി പത്രം ഇടാൻ വേറെ ആളെ നോക്കണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ. വരട്ടെ. ശരി. ആരാത്? അവളോ?
ചിന്നുമോൾ ഭയങ്കര സംസാരമാ, നന്നായിട്ട് പാട്ട് പാടും, ഭയങ്കര കുറുമ്പ. ഹലോ, ഈ ഒരു സാഹചര്യത്തിൽ നിനക്ക് എന്റെ തീരുമാനം ഒന്ന് മാറ്റി. തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല, എനിക്ക് പോയേ പറ്റൂ. എടാ എന്നാലും എന്നാലും ഇല്ല. ഡാ ഒന്നുമല്ല, നിനക്ക് വേറെ തോന്നരുത്, മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് പേടിയാടാ, പേടി. സോറി. നമ്മളൊക്കെ ഒത്തു കഴിഞ്ഞിട്ടിപ്പോ എന്താടാ സിജോ നീയും കൂടി ഇങ്ങനെ? എന്ത് ഞാൻ കൂടി അഴിഞ്ഞാടി നടക്കുമ്പോ ആലോചിക്കണ പറഞ്ഞേ. അവനെ വിട്ടേക്ക്. പലരാലും അവഗണിക്കപ്പെട്ടു. സിജോയുടെ വാക്കുകൾ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ദേഷ്യമാണോ, വൈരാഗ്യമാണോ, അതോ പേടി കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്റെ പുറകിൽ കയറി എനിക്ക് 8ന്റെ പണി തന്നയാളെ ഞാൻ ഡബിൾ റോഡ് മുഴുവൻ അരിച്ചു പെറുക്കി. ഒടുവിൽ അയാളെ കണ്ടെത്താൻ കഴിയാതെ ആ വിജനമായ ലേക്ക് സൈഡിൽ ഞാൻ അയാളെ കണ്ടു. എന്റെ ലൈഫ് പോയി, എന്റെ സ്വപ്നങ്ങൾ പോയി, എന്റെ കരിയർ പോയി. Oh God, I lost myself. പകരൊന്നും അടിച്ചിട്ടാ, പകരൊന്നും അടിച്ചിട്ടാ.
നിന്നെ പോലെയല്ല, അതിനേക്കാളേറെ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയാണ് അവിടെ ഞാൻ. അതിനേക്കാളേറെ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയവനാണ് ഞാൻ. നിനക്കറിയോ, നമ്മുടെ ദൗത്യം കഴിഞ്ഞടേ, അവനെ കളഞ്ഞേക്ക്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവരെന്നെ ഈ ചെയ്യുന്ന നരകത്തിലേക്ക് തള്ളിവിട്ടത്? എന്റെ കുടുംബം, എന്റെ ഭാര്യ, ഒന്നും അറിഞ്ഞുകൂടാത്ത എന്റെ കുഞ്ഞ് എന്റെ കയ്യിൽ നിന്നും ഞങ്ങളിലേക്ക് വെൽക്കം ചെയ്യിച്ച ഏഴാമത്തെ ആളാണ് നീ. തെറ്റ് എത്ര പേരാണ് നമ്മുടെ കൂട്ടത്തിൽ തെറ്റ് ചെയ്തത്? ഇന്ന് ദശലക്ഷക്കണക്കിന് ജനങ്ങൾ HIV ബാധിതരാണ്. അവരിൽ 50% സ്ത്രീകൾ, പിന്നെ എത്രയോ ലക്ഷം കുട്ടികൾ. കേവലം വ്യഭിചരിച്ചവർ മാത്രമാണ് തെറ്റുകാരെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ മനസ്സിലെ തെറ്റുകാരെങ്കിൽ ഈ 50% സ്ത്രീകൾ വേശ്യകളാവണ്ടേ? ആണോടാ? ആണോന്ന്? അതുപോട്ടെ, കുട്ടികൾ ആരോടാണ് തെറ്റ് ചെയ്തത്? എണ്ണത്തിൽ കുറവാണെങ്കിലും എന്നെ പോലെ കുറച്ചു പേർ ഈ ലോകത്തുണ്ട്. ഞാനും കുറെ ഒളിച്ചോടി, നിന്നെ പോലെ കരഞ്ഞു കിടന്നു, പ്രാർത്ഥിച്ചു. കൂത്തിച്ച പെട്ടിയുടെ വായി കൈയിട്ട് ദന്തക്ഷയം നോക്കുന്നവർക്ക് പോലും എന്നൊക്കെ കാണുമ്പോ പുച്ഛ, വെറുപ്പ്. ഒരാൾക്കൊരു പനി വന്നാ പോലും എല്ലാവർക്കും അനുകമ്പ അവരോട്. പക്ഷെ നമ്മളോടോ എന്താണ് നാട്ടുകാർക്ക് നമ്മളെ കൂടെ സ്നേഹിച്ച? വേണ്ട, വെറുക്കോതിരുത്തോ എന്ന് കരുതി ഇങ്ങനെയൊക്കെയാണോ ചെയ്യാ? വേണോടാ, പ്രതികരിക്കണം. നിന്നെ ചുടുകാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ സമൂഹത്തോട് നീ പ്രതികരിക്കണം. അട്ടിയേറ്റുന്ന പൊട്ടിച്ചിരിക്കുന്ന മുഖങ്ങൾ നിന്നെക്കാളുച്ചത്തി നിലവിളിക്കണം. നിനക്ക് നഷ്ടപ്പെട്ടത് മറ്റാർക്കും ഉണ്ടാവരുത്. വരുന്നുണ്ടോ? ഞാൻ അങ്ങേ തലക്കിലേക്കാ. മഴ കനക്കും, വിരോധത്തിലേക്ക് കയറിക്കോ. തല പൊട്ടിപ്പിടിച്ചോ, അവിടെ വീഴുവാ.
എങ്ങോട്ടാ? കോളേജിന്റെ പുറകിലല്ലേ വീട്? എനിക്കറിയാം. എങ്ങനെ? ഞാനിവിടുത്തെ ഏജന്റാ പത്രത്തിന്റെ. നിങ്ങളുടെ ഓണറിന്റെ വീട്ടിൽ ഞാനാ പത്രം ഇടുന്നത്. നീ സ്റ്റുഡന്റ് അല്ലേ? ഇല്ലല്ലോ, അച്ഛൻ മറന്നില്ലല്ലോ. ചിന്നുമോള് തോറ്റു. ചിന്നുമോൾ അച്ഛൻ തോൽപ്പിച്ചല്ലോ. എന്റെ മോളാ LKG-ലാ. മഴ കാണത്തല്ലേ? പിണക്കത്തിലാ. പത്രപരിപാടികൾ മാത്രമല്ല എനിക്ക്, അല്ലറ ചില്ലറ കച്ചവടമൊക്കെ ഉണ്ട്. മെച്ചമൊന്നും ഉണ്ടായിട്ടല്ല, രേഖയ്ക്ക് മരുന്ന് തീർന്നു. എന്റെ ഭാര്യ, മോളുടെ അമ്മ. ഈ ഓട്ടത്തിൽ പലപ്പോഴും ഞാനതങ്ങ് മറക്കും. അവസാനം ഞാൻ കണ്ടെത്തിയൊരു മാർഗം, ഒരു മത്സരം, മോളും ഞാനും തമ്മിൽ. ആരാദ്യം മരുന്നിന്റെ കാര്യം ഓർക്കും? സമ്മാനമൊന്നുമില്ല, ചുമ്മാ ഒരു ജയവും തോൽവിയും, അത്ര തന്നെ. അപ്പൊ ഭാര്യക്ക് നല്ല മഴയല്ലേ? ഇതുപോലൊരു മഴ എടുത്തതാ അവളെ 1.5 കൊല്ലം മുമ്പ്. ഒരു പെരുമഴയത്ത് ഉമ്മറത്തിരിക്കുകയായിരുന്നു അവള്. കൺമുന്നിലൂടെ ചീറിപ്പാഞ്ഞു പോയൊരു മിന്നല്. ശബ്ദം കേട്ട് ഓടിയെത്തിയപ്പോ പൊള്ളിപ്പഴുത്ത ശരീരം ഏതാണ്ട് കരിമ്പച്ച നിറത്തില്, കൈവിരലുകൾ കനല് നിറത്തില്. അവളെയും താങ്ങിപ്പിടിച്ചോടി. ഒരു ഹൃദയതാളത്തിൽ മാത്രം ചലിച്ച് ഇവളുടെ 3-ാം വയസ്സിൽ അവള് കിടപ്പായി. പക്വതയില്ലാത്ത കാലത്ത് വീട്ടുകാരും വെറുപ്പിച്ച് അവളെയും കൊണ്ട് ഒളിച്ചോടി. എന്നാലും ഞാൻ മരുന്നൊന്നും മുടക്കാറില്ല. അവളുടെ നിലയിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ലെങ്കിലും എന്തോ പ്രതീക്ഷിച്ച് ഞാനും എൻ്റെ മോളും. മോളെ ചിന്നുകുട്ടി, അച്ഛൻ തോറ്റു. അയ്യോ, അത് പറ്റില്ല. ഈ മാമന് ചിന്നുമോളുടെ ഒരു പാട്ട് കേൾക്കണോ? അച്ഛൻ എന്നെ പറ്റിക്കൊന്നും വേണ്ട, ഞാൻ മാമന് പാടിക്കൊടുത്തോളാം. ശരി. ഇവിടെ മതി. ചിന്നുമോളെ പോട്ടെ. ടാറ്റാ. ഓക്കെ ബൈ. ഓക്കെ, താങ്ക് യു. എന്ത് സന്തോഷമുള്ള മനുഷ്യൻ. സ്നേഹം വേണ്ടുവോളം ഉണ്ടായിട്ടും വിധിയുടെ പ്രശ്നങ്ങൾ അവിടെയും. ഞാൻ കാട്ടാൻ തുനിഞ്ഞ തെറ്റ്. ദൈവമേ, നന്ദി. കള്ള നായിന്റെ മോനെ, നമ്മൾ ഇന്നോട് പറഞ്ഞിട്ടില്ലടാ കായ് തരാത്ത ഐക്കെടുക്കാൻ വന്നേക്കല്ലെന്ന്. ഹാമുക്കെ ആനക്ക് ഓസിന് പണിയെടുത്ത് തരാൻ എന്റെ മാപ്പാന്റെ കാര്യമൊന്നല്ലടാ. പുണ്യത്തിന് വേണ്ടി അക്ബർ പണിയെടുത്ത പട്ടിണിയാവുന്ന എന്റെ കുട്ടികളാ. പറ്റില്ല, എനിക്ക് എന്റെ സൈക്കിൾ വേണം. കാശ് ഞാൻ തരും. എന്നാ ആദ്യം കായ് അടിക്കണം നമുക്ക്, എന്നിട്ട് വായിട്ടടിച്ച്. എന്റെ സൈക്കിളും കാടോ കൊന്നാടാ നമുക്ക്. എന്തായി കാണിക്കുന്നേ? തനിക്ക് നാണമില്ല? ചെറിയ കുട്ടികളുടെ വരാണ്ടിരിക്കാനേ അടിയിൽ ട്രൗസർ പുറത്ത് ചീരി കൊടുത്തിട്ടാ ഞാൻ നടക്കുന്നത്. സാറ് ഹീറോ കളിക്കാതെ മാറിക്ക സാറേ. ഇപ്പൊ കുട്ടിയെ വെറുതെ അനാവശ്യമായിട്ട് വെറുതെ താൻ എന്താടോ ഈ പറയുന്നത്? ഒന്നാം തരം ചതിയനാണ്.
3 പഞ്ചറിന്റെ കായ ഓഞ്ചി തരാനുള്ളത് അത് തരാട്ടോ മുങ്ങിയെടുക്ക. അതിന് കുട്ടിയെ തല്ലിയാണോ ചെയ്യേണ്ടത്? ഇയാളെന്ത് കോപ്പായി പറയുന്നത്? നമ്മള് നക്കാപ്പിച്ച കൈ കൂട്ടിക്കടിച്ച് ജയിക്കുന്നവനാ. ചെയ്ത ജോലിന്റെ കാര്യം നമ്മൾ ചോദിച്ചേ, അല്ലാണ്ട് ഉമ്മനെ കെട്ടിച്ച കുട്ടിക്കോളം പന്നി. താൻ അധികം സംസാരിക്കാൻ തനിക്ക് എത്ര കാശ് വേണം? 17 റുപ്യ. എന്താണ് കരിമ്പൂത്ത പോലെ നോക്കി പോയി പണിയെടുക്കടാ പന്നി. എന്താ ശ്യാം, മൂവി കഴിഞ്ഞോ? ഓ, ഒരു മൂഡും ഇല്ലായിരുന്നു. ഡോക്ടർ, ആ പോയതാരാ? അറിയില്ലേ, ഉസ്മാൻ, സയ്യിദ് ഉസ്മാൻ. ഗസൽ? യെസ്, ഗസൽ രാജാവ് സയ്യിദ് ഉസ്മാൻ. 6 മാസങ്ങളായിട്ട് എന്റെ കൺസൾട്ടേഷനിലായിരുന്നു. ഇപ്പൊ അഡ്മിറ്റ് ആവാൻ സമയമായി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ പറ്റില്ല. പാട് പാട്. മഴ കണ്ടും കൊണ്ടും നിൽക്കുന്നവർക്ക് എന്നും മനസ്സിനും ശരീരത്തിനും കുളിര് പകരുന്ന മഴ. ഒരു മിന്നലായി ആ മധ്യവയസ്കൻ പത്രക്കാരന്റെ സ്വപ്നങ്ങളെ തകർത്തതും ഇതേ മഴ. എന്നെ ഉപേക്ഷിച്ചപ്പോഴും നീ എനിക്ക് എന്നും പ്രിയപ്പെട്ടതായിരുന്നു. എന്റെ സ്വപ്നങ്ങൾ വിധിയുടെ ചാലകത്തിൽ ചിതറിത്തെറിച്ചപ്പോഴും ഒരിക്കലും നിന്നെ വഞ്ചിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. ഞാനെല്ലാം നിന്നോട് തുറന്നു പറഞ്ഞത് ഞാൻ എന്ന ദുരന്തത്തിലേക്ക് നീ ഒരിക്കലും വീഴരുത് എന്ന് നിർബന്ധം ഉണ്ടായിരുന്നതുകൊണ്ടാ. പക്ഷേ സെറീന, നീ എന്നെ വിശ്വസിക്കണം. ഞാൻ നിന്നെ സെറീന, ഞാൻ അറിഞ്ഞോണ്ട് നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. സെറീന, നീ എന്നൊന്ന് വിശ്വസിക്കും പ്ലീസ്. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ പറയുന്നത് കേക്ക്. എന്നെ വഞ്ചിക്കുവായിരുന്നല്ലേ? സെറീന, ഞാൻ പറയുന്ന എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് നിന്നെ കാണുകയും വേണ്ട.
എന്നെ വിശ്വസിക്കുമെന്ന് ഞാൻ കരുതി. എല്ലാത്തിലുപരി സമാധാനത്തിനായിട്ട് ഒരു വാക്ക്, അത് നിന്നിൽ നിന്ന്. ബട്ട് ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂടാൻ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ, അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ, അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടു, സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ. പുഷ്പത്തിൻ തൽപ്പമങ്ങു ഞാൻ വിരിക്കാം. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. ഉറങ്ങിയോ? ഇല്ല, ജസ്റ്റ് കിടന്നതേ ഉള്ളൂ. Can I? Yeah, of course. Okay. Please. ആ സുഖമില്ലാത്ത ആളെ അറിയോ? ആ, ഞാനിവിടെ വന്നത് മൂലം അറിയും. എത്ര നാളായി ഇവിടെ? ഞാനിവിടെ ഒരു 3 മാസം. വരൂ, ഇരിക്കൂ. എനിക്ക് ഉസ്മാനെ അറിയാം. പാട്ടുകളൊക്കെ വളരെ ഇഷ്ടമാണ്. പാട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. എൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ കുഴപ്പമില്ലല്ലോ? നോ പ്രോബ്ലം. ഞാൻ ഉറക്കം വരാതെ കിടക്കുമായിരുന്നു. ഐ എം ഗോയിങ് ടു ഡ്രിങ്ക്. അല്ല, പേടിക്കണ്ട, ആരും അറിയില്ല. ശരാബ് പീനെ ദേ മുझे സാഹിബ്. ഇത് തീരും വരെ താനേ കമ്പനി തരണം. ഓഫ് കോഴ്സ്. കരി ഓയിൽ, ഇതാണ് എൻ്റെ തുടക്കം. നോ താങ്ക്സ്, ഞാൻ കഴിക്കാറില്ല. ഓക്കെ, അപ്പൊ ഞാൻ കഴിക്കാം. ഓക്കെ. നനഞ്ഞുവോ കരയെ നീ കുളിർന്നുവോ,
എന്റെ കണ്ണുനീർ മഴത്തുള്ളികൾ നിന്നെ തഴുകി തലോടിയോ? സഖി, നീ തണുത്തു. എന്റെ മിഴിനീരിൽ നിന്റെ ദാഹം ശമിച്ചു. തനിക്ക് എന്താടോ കുടിച്ചാൽ? ഏയ്, അങ്ങനെയൊന്നുമില്ല. പണ്ടേ ശീലമില്ല, ഇപ്പോഴും ഇല്ല. മരിച്ചു പോകുന്നുള്ള പേടിയാ. നമ്മളൊക്കെ എന്നെ മരിച്ചടോ. ചുമ്മാ ഒരു അലങ്കാരത്തിന് ഇത് എങ്ങനെ ഇരിക്കുക? ഈ ശരീരം മുഴുവൻ ഒട്ടി വലിഞ്ഞ് പുഴുക്കടി പോലെ പൊണ്ണു പിടിച്ച് വികൃത രൂപികളായി ചത്തൊടുങ്ങാൻ വേണ്ടി. ഉസ്മാൻ ഇവിടെ? ഞാനെന്നാ വന്നേ. ഇനിയെങ്കിലും അഡ്മിറ്റ് ആവണമെന്ന് ഡോക്ടർ പറഞ്ഞു. എന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയത്ര. ദ ഗ്രേറ്റ് ഗസൽ സിംഗർ ഷെഹനാസ് സയ്യിദ് ഉസ്മാൻ ദേ ഇങ്ങനെ എരിഞ്ഞടങ്ങാൻ പോകും. മിസ്റ്റർ, എന്റെ പേര് ശ്യാം എന്നാണ്. ശ്യാം, ഇതെന്റെ അവസാനത്തെ വെള്ളടിയാ. നോ, താൻ പ്രണയിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രേമിച്ചിട്ടുണ്ടോ? ഇല്ല. കാമം? ഉസ്മാൻ പ്ലീസ്, നോ. ഈ വിരലുകൾ കൊണ്ടൊന്ന് തട്ടിയാൽ ചുമന്നു തുടിക്കുന്ന നല്ല കവിൾത്തടമുള്ള മലബാറി പെൺകുട്ടികൾ, ജന്മന കാശ്മീർ ആപ്പിളിന്റെ നിറമുള്ള കാശ്മീരി സുന്ദരികൾ. നശിപ്പിച്ചടോ ഞാൻ എന്റെ ജീവിതം. മറന്നടോ ഞാൻ എന്റെ ദൈവത്തെ. ഒരിക്കൽ കൂടി എനിക്കൊരവസരം എന്താ? ഒരു സ്വപ്നം കാണാൻ പോലും ആവാതെ എത്ര നാളിങ്ങനെ. ഏയ് ഉസ്മാൻ, കം, വരൂ, അവിടെ ഇരിക്കാം. വരൂ. शराब पीने दे मुझे. शराब पीने दे मुझे. उस्मान, ओके. शराब पीने दे मुझे मस्जिद में बैठकर, या तो मुझे वो जहां बता दे जहां पे खुदा ना हो. തൊട്ടുപോകരുത്. നാളൊരു പട്ടിയെ പോലെ പിന്നെ എന്റെ പുറകെ വരാൻ. സിജോ, വാ പോവാം. കയ്യിലെടുത്തിന് ഒരു മാറ്റവും ഇല്ല. ഇപ്പോഴൊട്ടും മാറിയിട്ടില്ല അല്ലേ? പന്നി.
നോക്കൂ അക്ബർ, ഇവിടെ അക്ബർ ചേർന്നു, താഴെ 2 പേർ. ഇപ്പൊ 2000 രൂപ അക്ബറിന് കിട്ടും. താഴെ താഴെ ഓരോരുത്തരും 2 പേരെ വീതം ചേർക്കും. അപ്പോ വീണ്ടും 2000 രൂപ കിട്ടും. പിന്നെ 4000, പിന്നെ 8000. അങ്ങനെ ആഴ്ചയിൽ 5000 രൂപ വരെ കിട്ടും. മുടക്കുന്നതോ വെറും 5000. പോയി പഞ്ഞരികളാമേ. അപ്പോ ആളുകൾ ചേരുവല്ലേ? ഇന്നലെ ചേർന്ന എന്റെ കീഴെ 8 പേരായി. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? എണീറ്റിട്ട് പത്രം വായനയും തുടങ്ങിയോ? ഞാൻ താമസിച്ചു. നീ എപ്പോഴാ പോയെ? ഞാനും താമസിച്ചു. പോകാൻ നേരം നിന്നെ വിളിച്ചു. നീ ഭയങ്കര ഉറക്കമായിരുന്നു. ആ പിന്നെ ഒരു കാര്യമുണ്ട്. നാളെ 1-ാം തീയതിയാ. 1-ാം തീയതി എന്താ? ഡിസംബർ 1 അല്ലേ? എല്ലാ കൊല്ലവും ഉണ്ട് വേൾഡ് എയ്ഡ്സ് ഡേ. അതിനും ആഘോഷവും? അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഇപ്രാവശ്യം ഡോക്ടറിന്റെ പുസ്തകം എന്തോ പ്രകാശനം ചെയ്യുന്നുണ്ട്. അതുകൊള്ളല്ലോ. വാ നമുക്ക് റൂമിലേക്ക് പോവാം. ഓക്കേ. താൻ ഇവിടെ നിൽക്കായിരുന്നോ? ഞാൻ എവിടെ അന്വേഷിച്ചു. വാക്കിങ്ങിന് വരുന്നില്ലേ? ഞാനില്ല. വാടോ. ദ ഗ്രേറ്റ് ഗസൽ രാജ സയ്യിദ് ഉസ്മാൻ. പുറം ലോകത്തിന് അറിയില്ല എന്റെ അവസ്ഥ. റോഡിൽ ആരെങ്കിലും തിരിച്ചറിഞ്ഞ അത് വേണ്ട. താമസിക്കും. ഓക്കെ, ഞാൻ പോയിട്ട് വരാം. ഓക്കെ. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഇന്റർനെറ്റിൽ പണത്തിന്റെ കൃഷി. വെറും 5000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സമ്പാദിക്കാം. ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഒരാള് 2 ആളെ ചേർക്കണം. ആ 2 ആള് മറ്റ് 2 ആള്. അപ്പൊ 2000 രൂപ കിട്ടും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് മറ്റൊരു 2000. ഓക്കെ? അങ്ങനെ കഴിഞ്ഞ ഈ ഇലക്ട്രിക് ബോക്സ് തന്നെ ഇങ്ങനെ ആടി ആടി നിൽക്കുക. പിന്നെയാണ് നിന്റെ പീസ്. ഒന്ന് പോകാറേ കൊച്ചേ, അതിന്റെ അടുത്തൊന്നും പോകരുത് കേട്ടാ, കറണ്ട് അടിക്കും. കാന്താരി. നിങ്ങൾക്ക് എന്താ നോക്കി ഓടിച്ചൂടെ? പഠിക്കാൻ അറിയാ പോലെ. വല്ലതും പറ്റുമോനെ? ചോര വരുന്നുണ്ടല്ലോ. ചോരയാന്ന്. എത്രയായി? 100 രൂപ. എന്താ പൈസയും വേണ്ട, ഒന്നും വേണ്ട. ആളെ വിടണ്ണാ. രാവിലെ ഉയർത്തുമ്പോൾ ഇറങ്ങിക്കോളും. മനുഷ്യനെ മെനക്കെടുത്തന്നെ. ഓക്കെ. എന്തായാലും കൊള്ളാം. സഹായിക്കാൻ വന്നവരെ നീ എന്തിനാ തള്ളി മാറ്റിയത്? കൈ അപ്പടി ബ്ലഡ് ആയിരുന്നടാ. വെറുതെ എന്തിനാ? ശ്യാം, എന്നാ കുടിക്ക്. അതല്ല വിഷയം. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു പയ്യൻ സൈക്കിൾ വർക്ക്ഷോപ്പിൽ വഴക്കുണ്ടാക്കിയ കാര്യം. അവനെ ഞാൻ ഇന്ന് കണ്ടിരുന്നു. ഫെദർ ടച്ച് വരെ അവനെന്നെ ഫോളോ ചെയ്തു. അവനെല്ലാം മനസ്സിലായി. അതിനെന്താടാ, അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നോ ചേഞ്ച് ഇൻ അവർ ലൈഫ്. അല്ല,
നോ ചാൻസ് ഇൻ അവർ ലൈഫ്. അങ്കിൾ അങ്കിൾ അങ്കിളിന് എന്നെ ഓർമ്മയുണ്ടോ? 2 ദിവസം മുമ്പ് സൈക്കിൾ ഷോപ്പിൽ വെച്ച് 2 ദിവസമായി ഞാൻ അങ്കിളിനെ നോക്കി നടക്കാ ഇത് തരാനായി. ദാ. എന്താ മോന്റെ പേര്? ആൽബിൻ. അങ്കിൾ ഇതുവഴി എന്ന് നടക്കാറുണ്ടല്ലേ? ചിലപ്പോഴൊക്കെ. നീ വാ. അങ്കിളെ, കൈ എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? ഏയ്, അത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്നലെ ആക്സിഡന്റ് ഞാനും കണ്ടായിരുന്നു. പിന്നെ അങ്കിൾ ഫെദർ ടച്ചിലാ താമസം അല്ലേ? അല്ല, നിനക്ക് എന്താ വേണ്ടേ? അല്ല, എന്നെയും സ്കൂളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഫെദർ ടച്ചിലേക്ക്. എന്തിന്? ഞാനും ദീനക്കാരനാ അങ്കിളെ, എയ്ഡ്സ് ഇല്ലാത്ത ഒരു എയ്ഡ്സ് രോഗി. അങ്കിൾ കയറിക്കോ, ഞാൻ ഫെദർ ടച്ചിൽ ഇറക്കാം. അല്ല, ഒരു കൈ കട്ടപ്പുറത്തായതുകൊണ്ട് പറഞ്ഞതാ. മോൻ വാ. ഈ ലേക്കിനരികെ എന്റെ വീട്, സ്കൂൾ ഇക്കരയും. ഈ സൈക്കിളിന് എന്നും എന്തേലും പണിമുടക്ക് കാണും. നമ്മുടെ അക്ബറിക്കയില്ലേ സൈക്കിൾ ഷോപ്പ് നടത്തുന്ന, പുള്ളിക്കാരൻ പറയുന്നത് ഇനി പഞ്ചറൊട്ടിക്കാൻ 2 ടയറിലും 1 ഇഞ്ച് പോലും സ്ഥലമില്ലെന്ന്. മാറ്റിക്കൂടെ? നടക്കില്ല അങ്കിളെ. വല്യച്ഛന്റെ വീട്ടിലാ ഞാൻ നിക്കണത്. മോന് CBSE ഫീസ് അടയ്ക്കാൻ തന്നെ വല്യച്ഛൻ കാർ ഓടിച്ച് കിട്ടുന്നത് തികയുന്നില്ല. ഇത് വിറ്റാ പിന്നെ പുതിയൊരെണ്ണം പ്രതീക്ഷിക്കണ്ട. സ്കൂളിൽ പോകാതിരിക്കാനും പറ്റില്ല. എനിക്ക് പഠിക്കണം മകളെ. ഞാൻ പിന്നെ പുതിയൊരു സൈക്കിൾ വാങ്ങാൻ കുടുക്ക കൂട്ടുന്നുണ്ട്. അങ്കിളെ, ദാ ഇത് പിടിച്ചേ. വേണ്ടടാ, നീ തന്നെ വെച്ചോ, നിന്റെ കുടുക്കേടാലോ. നല്ല കഥ. അങ്കിളിന് കാശ് തരാൻ കുടുക്ക പൊട്ടിച്ചാ ഞാൻ ഇതെടുത്തേ. പോട്ടെ അങ്കിളെ. ഡോക്ടർ. എന്താ ശ്യാം, എനി പ്രോബ്ലം? ഏയ് ഇല്ല. ഡോക്ടർ തിരക്കിലാണോ? അല്ല, പറഞ്ഞോളൂ. അല്ല, ഡോക്ടറിനൊരു ആൽവിനെ അറിയോ? ആൽബിൻ? ഓ, ആ പൊക്കം കുറഞ്ഞ സൈക്കിൾ വരുന്ന. അറിയാമോന്നോ ആ ബിരുദന്? അട്ടെ, തനിക്കെങ്ങനെ അറിയാളെ? വാക്കിങ്ങിന് പരിചയപ്പെട്ടതാ. എനിക്ക് നന്നായിട്ട് അറിയാം. വലിയ ദേഷ്യക്കാരനാ, പാവം. അല്ല, അവൻ എന്താ ഡോക്ടർ ഇവിടെ? അവനൊന്നും ഉണ്ടായിട്ടല്ലടോ. ആ സ്കൂളിലെ ചില സാറന്മാരും പാരന്റ്സും ചിത്തഭ്രമം കൂടുമ്പോ അവൻ ഇവിടെ കൊണ്ടുവരും ബ്ലഡ് ചെക്ക് ചെയ്യാൻ. കുറഞ്ഞതൊരു 5 തവണയെങ്കിലും HIV നെഗറ്റീവ് ആണെന്ന് കൺഫേം ചെയ്തതാ. പക്ഷെ അവന്റെ കാര്യത്തിൽ പലർക്കും ഇപ്പോഴും സംശയമാണ്. അതെന്താ ഡോക്ടർ അങ്ങനെ? എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ലോറി ഡ്രൈവർ ആയിരുന്നു ആൽവിന്റെ ഫാദർ, മിസ്റ്റർ ജോൺ. ആൽവിന് 2 വയസ്സുള്ളപ്പോൾ ജോണിന്റെ ഹെൽത്തിൽ അബ്നോർമലായി ചില ചേഞ്ചസ് വന്നു. ബ്ലഡ് ചെക്ക് ചെയ്തപ്പോഴാണ് സംഗതി അറിയുന്നത്. മനക്കെട്ടിയില്ലാത്ത ജോൺ വീട്ടിന്റെ മാവേൽ അങ്ങ് തൂന്നു. സൂയിസൈഡ്. ഒരു മുഴം കയറിൽ അയാൾ വെച്ചൊഴിഞ്ഞ ദുരന്തം പേറിയത് ആൽബിനും അവന്റെ അമ്മ സൂസനുമായിരുന്നു. പിന്നെ നമ്മുടെ സൊസൈറ്റിയുടെ കാര്യം കൂടുതലൊന്നും പറയണ്ടല്ലോ. ആട്ടും തുപ്പും ശകാരവും എല്ലാം സഹിച്ചുകൊണ്ട് ആ പാവം സ്ത്രീ അവനെ വളർത്തി. ബട്ട് 2.5 കൊല്ലത്തിന് ശേഷം അവന്റെ 4ാം വയസ്സിൽ ഷീ ഓൾസോ ഡൈഡ് ഓഫ് എയ്ഡ്സ്. പക്ഷേ അതിനൊക്കെ മറുപടിയായി ആൽവിൻ പറയാറുള്ള ഒരു കാര്യമുണ്ട്. Yes, she was the best mom in the world. But ഉസ്മാൻ, അവൻ HIV affected അല്ല. നമ്മളൊക്കെ ജീവിത മധ്യത്തിൽ അനുഭവിക്കുന്ന ഈ ദുരന്തം ഓർമ്മ വെച്ച നാളെ മുതൽ ആ കൊച്ചു പയ്യൻ അനുഭവിക്കുന്നു. അതും ഒരു കാരണം കൂടാതെ, ഒരു തെറ്റും ചെയ്യാതെ.
ജീവിതം സത്യത്തിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശ്യാം. ഗുഡ് നൈറ്റ്. സെറീന, നിനക്ക് വേണ്ടി ഒഴുകിയ കണ്ണീരിനെ കുറിച്ചും നിനക്കൊപ്പം നേടിയ സന്തോഷത്തെക്കുറിച്ചും ചിന്തിച്ച് ഞാനിന്ന് പശ്ചാത്തപിക്കുന്നു. നിന്നിലൂടെ മാത്രം ഈ ലോകത്തെ നോക്കിക്കണ്ട എനിക്ക് സ്നേഹമെന്തെന്നറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്നതെന്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സഹോദര തുല്യം ഞങ്ങളെ കാണുന്ന ഡോക്ടർ അജ്മലിലൂടെ, പ്രിയതമയുടെ അവശേഷിക്കുന്ന ഹൃദയതാളം നിലനിർത്താൻ നെട്ടോട്ടമോടുന്ന രാജീവൻ എന്ന മധ്യവയസ്കനിലൂടെ, എല്ലാത്തിനുമുപരി മകനു വേണ്ടി ഒരു ജന്മം നരകിച്ച് മരിച്ച സൂസി എന്ന മാതാവിലൂടെ ഞാൻ സ്നേഹമെന്തെന്ന് തിരിച്ചറിയുന്നു, ജീവിതമെന്തെന്നറിയുന്നു. കേരളത്തിൽ വീണ്ടും കോടികളുടെ മണിച്ചെയിൻ തട്ടിപ്പ്. തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത സ്പിക്ക് ആൻഡ് സ്പാം എന്ന കമ്പനിയാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. കമ്പനി ഉടമകളെന്ന് അവകാശപ്പെടുന്ന സാംബശിവൻ, അനിരുദ്ധൻ എന്നിവർ ഒളിവിലാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 5 ലക്ഷത്തോളം പേരാണ് തട്ടിപ്പിനിരയായിരിക്കുന്നത്. പോലീസ് ഇവർക്ക് വേണ്ടി ഊർജിതമായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താൻ കൂടുതലൊന്നും പറയണ്ട. തിന്നാതെയും കുടിക്കാതെയും പിന്നെ പിള്ളേരുടെ പൊടി സ്വർണ്ണങ്ങളും വിട്ടിട്ടാ തനിക്ക് കാശുണ്ടാക്കി തന്നത്. എന്നിട്ട് ഇപ്പൊ അറിയില്ല എന്ന് പറഞ്ഞാലുണ്ടല്ലോ. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. നിങ്ങളെപ്പോലെ കമ്പനി ചേർന്ന ആളാ ഞാനും. ഇയാള് കൂടുതൽ വർത്താനം പറയണ്ടെന്ന്. നീ ഇവിടെ മണിമാളിയെ കെട്ടി പൊക്കി വെച്ചേക്കല്ലേ? ആ ഇത് വിറ്റിട്ടാണ് ഞങ്ങളുടെ പൈസ. അല്ലാണ്ട് ഇവിടുന്ന് ഒരു അടിയാണ് സംഭവിക്കില്ല. എന്താണോ കരുതിയത്? അത് ശരി, തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? എന്റെ ഈശ്വര, ആ നാളെയാണ് നമ്മുടെ ഫംഗ്ഷൻ, December 1. ഓ, എനിക്കൊരു മൂടുമില്ല ശ്യാം. എന്തോന്ന് ഫംഗ്ഷൻ? അല്ല, സൈക്കിൾ എത്രയായി? 4500. ആൽബിനോട് പറഞ്ഞോ? ഇല്ല. അല്ല പിന്നെ എങ്ങനെ? അവന്റെ സൈക്കിള് വീണ്ടും പഞ്ചറായി. അക്ബറിന്റെ കടയിൽ കൊടുത്തിരിക്കുക. നാളെ വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോ അതെടുക്കാൻ അവൻ അവിടെ വരും. അപ്പൊ അവന് കൊടുക്കാല്ലേ, ഒരു സർപ്രൈസ് ആയിട്ട്? ഞാനവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനും വരാം. എനിക്ക് അവനൊന്ന് കാണണം. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ പ്രോഗ്രാം തീരൂ? തീർന്നില്ലെങ്കിൽ കാണാം. ഉസ്മാനെ, നമ്മൾ വീണ്ടും സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയല്ലേ? സത്യം. നടന്നാലും ഇല്ലേലും സ്വപ്നങ്ങളാണല്ലോ മനുഷ്യനെ ജീവിപ്പിക്കുന്നത്. എന്താന്നറിയില്ല, കുറച്ച് ദിവസമായിട്ട് ഭയങ്കര സന്തോഷം. ഈ അസുഖത്തിന്റെ ടെൻഷനും പേടിയും ഒന്നും ഇപ്പൊ ഇല്ലടാ. മനുഷ്യരങ്ങനെയാ. മനസ്സിലാക്കേണ്ടപ്പോ ഒന്നും തിരിച്ചറിയില്ല. ഒടുവിലെല്ലാം നഷ്ടപ്പെടുമ്പോ പലതും നേടാനുള്ള ഓട്ടം. നമ്മളെ പോലെ. അറിയുന്നു ഞാൻ എൻ്റെ ജീവിതം, ഞാൻ ഇതുവരെ കാണാത്ത മിഴികളിൽ മിടിക്കുന്നു എൻ്റെ ഈ നെഞ്ചകം, നിന്റെ ലോകം നമിക്കുന്ന കൈകളിൽ. പ്രിയ തോഴ, എന്റെ ഇതിനു മുന്നേ ഞാൻ നിന്നെ കണ്ടതില്ല.
ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. 12 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ഡിസംബർ 1 ഞാൻ ഫെദർ ടച്ച് എന്ന ഈ സ്ഥാപനം ആരംഭിച്ചു. അന്ന് എൻ്റെ മനസ്സിൽ ഈ സ്ഥാപനം എന്നെ എടുത്തു വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഒരു ഡോക്ടറാക്കി ഒടുവിൽ ഇതേ രോഗത്തിന് അകാരണമായി കീഴടങ്ങി മരണപ്പെട്ട ഫാദർ വിക്ടർ ജോസഫ് എന്ന വൈദികന്റെ ഒരു സ്മരണ മാത്രമായിരുന്നു. എന്നാൽ ഇന്നീ ഫെദർ ടച്ച് വെറുമൊരു സ്ഥാപനം എന്നതിലുപരി എനിക്കൊരു കലാലയമായിരിക്കുന്നു. ജീവിതമെന്ന ലൈഫ് ലോങ് കോഴ്സ് പഠിപ്പിക്കുന്ന കലാലയം. നിങ്ങൾ ഓരോരുത്തരും ഈ കലാലയത്തിലെ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരാണ്. നിങ്ങളുടെ ജീവിതം എൻ്റെ മുന്നിലെ പുസ്തകക്കെട്ടുകളാണ്. അതിലെ ഓരോ പാഠങ്ങളും നിങ്ങൾ ഓരോരുത്തരുടെയും സന്തോഷങ്ങളാണ്, ദുഃഖങ്ങളാണ്, മൗനങ്ങളാണ്. നിങ്ങളിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞ സത്യങ്ങൾ, അനുഭവങ്ങൾ, ഇവയെല്ലാം കുറിച്ചെടുത്ത ഒരു പുസ്തകം ഇരുട്ടിൽ തപ്പുന്ന നമ്മുടെ സമൂഹത്തിന് ഒരു ചെറു വെളിച്ചമായി ഞാൻ സമർപ്പിക്കുന്നു. അടുത്തതായി ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി ശ്രീ VS അച്യുതാനന്ദനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. HIV ഈ ലോകം നേരിടുന്ന വലിയ വെല്ലുവിളി. എയ്ഡ്സ് രോഗികൾ ഈ ലോകത്തിന് വേണ്ടാത്തവർ. അതുകൊണ്ട് നിങ്ങൾ ആട്ടിയോടിക്കപ്പെടുന്നു. ബ്ലൈഡ്, കള്ളപ്പണം, അഴിമതി എന്നിവയൊക്കെ അടയ്ക്കുവാടുന്ന സമൂഹത്തിൽ HIV-ക്കാർ മാത്രം അകറ്റപ്പെടേണ്ടവരാണോ? അഴിമതിയിലൂടെ കോടികൾ വെട്ടിച്ച് രാജ്യത്തെയും ജനങ്ങളെയും വഞ്ചിക്കുന്നവർ അകറ്റപ്പെടേണ്ടവരല്ലേ? പ്രായപൂർത്തിയാകാത്ത നമ്മുടെ പിഞ്ചു ബാലികമാരെ ഒറ്റയ്ക്കും കൂട്ടായും പീഡിപ്പിക്കുന്നവർ അകറ്റപ്പെടേണ്ടവരല്ലേ? കർഷകരെ മരണക്കയത്തിലേക്ക് തള്ളിവിടുന്ന പലിശക്കാരും ഒരു ജന്മം തങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട മാതാപിതാക്കളെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന സന്താനങ്ങളും സമൂഹത്തിൽ അകറ്റപ്പെടേണ്ടവരല്ലേ? പകരം അറിഞ്ഞോ അറിയാതെയോ ഈ അവസ്ഥയിലെത്തുന്നവർ മാത്രം ഈ ലോകത്ത് പാടില്ലാത്തവർ. എന്തൊരു അനീതിയാണിത്! പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ വ്യസനത്തോടെ പറയുന്നു, നമ്മുടെ സമൂഹം ഇങ്ങനെ ആയിപ്പോയി. പക്ഷേ ഇതിനൊരു മാറ്റം വേണം. HIV ബാധിതർക്കു വേണ്ടി ജീവിതം മുഴിഞ്ഞുവെച്ച അശ്മലിനെ പോലുള്ളവർക്ക് മനസ്സറിഞ്ഞ് പ്രോത്സാഹനം നൽകണം. എന്നെപ്പോലെ ജീവിക്കാൻ അവകാശമുള്ള മനുഷ്യരാണ് നിങ്ങൾ ഓരോരുത്തരുമെന്ന സത്യം ഞാൻ തുറന്നു പറയുന്നു. ഈ പുസ്തകം അശ്മലിൻ്റെ എഴുതപ്പെട്ട നിങ്ങളുടെ ജീവിതം ഞാൻ പ്രകാശനം ചെയ്യുന്നു, സമൂഹത്തിനായി സമർപ്പിക്കുന്നു. നീ ഇതൊരു റെഡിയായില്ലേ? മഴ കൂടുവാണല്ലോടാ. സാരമില്ലടാ, നമുക്ക് നാൽവിനെ കാണണം. കണ്ടേ പറ്റൂ. വാ. നല്ല മഴ അല്ലേ? ഒരു മഴ നനഞ്ഞാലെന്താ, മൂത്രമൊന്നും അല്ലല്ലോ. അവന്റെ എന്നും പഞ്ചറാവുന്ന സൈക്കിൾ മാറി ഈ പുതിയ സൈക്കിൾ കിട്ടുമ്പോ അവനാകെ ത്രില്ലടിച്ചു. എന്തിനെല്ലാവരും ഓടുന്നേ? ചേട്ടാ, എന്താ അവിടെ സംഭവം? ഈ കാറ്റിലും മഴയിലും അക്ബർക്കട കടയിൽ കൂടെ ആ ദ്രവിച്ച ട്രാൻസ്ഫോമർ വീണ് ഒരു സ്കൂൾ കുട്ടിയും ചേർത്ത് 2 പേരും മരിച്ചു.
25,000 കായായിട്ട് കെട്ടിവെക്കുന്ന എന്റെ കൂടെ ഈ പട്ടിക്കാട്ടും പൊളിച്ചു വിറ്റാൻ കിട്ടൂല. 20,000 തയ്ച്ച് എന്നോട് മാത്രം എന്താണ് എപ്പോഴിങ്ങനെ? ഹായ് ഹലോ റീന. എവിടെയാ സിജു? ഞാൻ ഐ മിസ് യു ഡാ. ഞാനിപ്പോൾ ഓഫീസിലാണ്. ഇന്ന് നൈറ്റാണ്. ഐ വിൽ കോൾ യു. ഓക്കേ ഡാ. ഓക്കെ. ബൈ. ഐ ലവ് യു. ഐ ലവ് യു. പൂജ, പൂജ, പൂജ. വെൽക്കം സിജു. വെൽക്കം ടു അവർ കമ്മ്യൂണിറ്റി. കണിമലരേ കൺമണിയേ അറിവിൻ തീരം തേടു നീ. പൊന്മലരേ തേൻ കണിയേ ഏഴു സാഗരവുമേറു നീ. എൻ മോഹം നിറ